AMMA സംഘടന ഇതിലൊരു അന്വേഷണ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിരിക്കുന്ന അൻസിബ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. അന്തസ്സുള്ള ഈ സ്ഥാപനത്തിന് ചീത്തപ്പേരുണ്ടാക്കി വെക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇതിന്ന് ഞാൻ തെളിയിക്കും മോനെ. അൻസിബ, താരസംഘടനയും ഇക്കാര്യത്തിൽ ഒരു നിലപാടിലേക്ക് നീങ്ങുകയാണല്ലോ. ഇപ്പോൾ വിൻസിയുടെ പരാതിയിൽ നിങ്ങൾ നടപടികൾ തുടങ്ങിയോ അൻസിബ? ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെക്കുറിച്ചാ പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തിയല്ല സംസാരിക്കുന്നത്. അമ്മ എന്ന് പറയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കും. എന്താണ് ബ്രോ, മോഡേണോ? എന്താ എന്റെ ഉദ്ദേശം? അൻസിബ പറഞ്ഞോളൂ. താരസംഘടന എന്ന് പറഞ്ഞോളൂ. ഇപ്പൊ നമ്മൾ തമ്മിലുള്ള പ്രശ്നം തീർന്നില്ലേ? ഇല്ല, പ്രശ്നം തീർന്നില്ല. ഞാൻ ഇറ്റ്സ് ഓക്കേ അല്ലെങ്കിലോ? എന്ന് പറഞ്ഞ സംഘടനയെ റെപ്രസെന്റ് ചെയ്തല്ല ഞാൻ സംസാരിക്കുന്നത്. ഇത്രയ്ക്കും വാശി പിടിക്കേണ്ട കാര്യമില്ല അൻസിബ. അത് നിങ്ങളൊരു നിലപാടെടുക്കുന്നത് പോലെ തന്നെ ഞങ്ങൾക്കൊരു നിലപാടുണ്ട്. ആ നിലപാടിന്മേൽ അന്തിമ തീരുമാനം ഇതുവരെ വരാത്തത് കൊണ്ടാണ്. പറയുന്നു അങ്ങോട്ട് കേട്ടാ മതി, ഇങ്ങോട്ടൊന്നും പറയണ്ട. ഇയാളെന്ന് റേഡിയോ ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല, പറയുന്നല്ല ഇങ്ങോട്ട് കേട്ടോണം. കോടതിയൊന്നുമല്ലല്ലോ, അതുകൊണ്ട് കോടതിയൊന്നുമല്ലോ, അതുകൊണ്ട് കോടതിയൊന്നുമല്ല. അൻസിബയ്ക്ക് സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സംസാരിച്ചാൽ മതി. ഇങ്ങനെയൊക്കെയാണ് ഒരു കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. ഒന്നുമില്ലെങ്കിൽ താനൊരു തറവാടിയല്ലേ? നിങ്ങളുടെ സമിതിക്ക് എന്തെങ്കിലും ആലോചനകൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീ നീതി തേടി നിങ്ങളെ എത്തുമ്പോൾ ആ നീതി തേടുന്നതിൽ നിങ്ങൾ എടുക്കുന്ന നടപടി എന്താണ് എന്ന ചോദ്യമാണ് ചോദിച്ചത്. അവിടെ സംസാരിക്കാൻ കൊള്ളാവുന്ന മാന്യന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഫോൺ കൊടുക്കൂ. ചേട്ടനോട് സംസാരിക്കാൻ പറ്റിയ ഒന്നുകൂടി ഉണ്ട്. അതിനെ പുറത്ത് കൂട്ടിൽ പൂട്ടിയിട്ടിരിക്കുക. എന്താ കാര്യം എന്ന് വെച്ചാൽ പറയടോ. അൻസിബ എന്ന് പറഞ്ഞ വ്യക്തിയോട് സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വ്യക്തിയായിട്ട് സംസാരിക്കാൻ ഞാൻ. അൻസിബ എന്ന വ്യക്തി ഞങ്ങൾക്ക് താല്പര്യമില്ലല്ലോ. ഇപ്പോൾ ഈ സംവിധാനം ഈ സമിതിയുമായി ബന്ധപ്പെട്ടല്ലേ അൻസിബയെ വിളിച്ചത്? ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഇവള് മിടുക്കിയാണല്ലേ. താല്പര്യമില്ല. അഡ്ഹോക് കമ്മിറ്റിയുടെ പ്രതിനിധിയായി ഇപ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ല. ഓക്കെ, ഫൈൻ. നല്ലൊരു അംഗത്തിലുള്ള ചാൻസ് അല്ലേ മിസ്സായത്. അത്തരം വാശികളൊന്നും വേണ്ട. AMMA എന്ന സംഘടന AMMA എന്ന രൂപത്തിൽ തന്നെ പറയാൻ സാധിക്കുള്ളൂ നിലവിലെ രീതി. അങ്ങനെ തോറ്റു കൊടുക്കാൻ ഈ സൂണനെ കിട്ടില്ല. അവളുടെ കയ്യിൽ നിന്ന് ബാക്കും കൂടെ വാങ്ങിച്ചിട്ട് ഞാൻ കിടന്ന് ഉറങ്ങും. അവനുമായിട്ട് ഞാൻ ഉടക്കി പോട്ടി ചകട